ഹൈ ഗൈസ് വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഒരു റിയൽ സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മളിൽ എല്ലാവരും ഞാനടക്കമുള്ള ട്രേഡേഴ്സ് ഡെഫിനറ്റ്ലി ട്രേഡിങ്ങിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട്. ബിഗിനിങ് സ്റ്റേജിൽ ചെയ്യാറുണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ചെയ്യാറുണ്ട്. അതിൽ തന്നെ 90% ആൾക്കാർക്കും താൻ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതെങ്ങനെ അത് സൊല്യൂഷൻ അതിൻ്റെ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ട്രേഡിങ്ങിൽ ഒരു സ്ഥിരത അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതെ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു റിയൽ സ്റ്റോറി, സുഹൃത്ത് മാത്രമല്ല എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കൂടിയായിരുന്നു, ആ റിയൽ സ്റ്റോറി അവൻ എങ്ങനെയാണ് ആ ഒരു മിസ്റ്റേക്കിൽ ഐഡൻറ്റിഫൈ ചെയ്തതും ആൻഡ് എങ്ങനെ അത് റെക്ടിഫൈ ചെയ്ത് ഇപ്പോൾ ഒരു പ്രോഫിറ്റബിൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്തു എന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് ഒരു 6-7 മാസങ്ങൾക്ക് മുൻപാണ് എനിക്കൊരു മെസ്സേജ് ചെയ്യുന്നത്. ബ്രോ, ഞാൻ 2021 മുതൽ ട്രേഡിങ് ചെയ്യുന്ന ഒരാളാണ്. ഓപ്ഷൻ ബൈയിങ് ആണ് ഞാൻ ചെയ്യുന്നത്. ഇക്വിറ്റി സ്റ്റോക്കുകളും ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കൊരു സ്ഥിരതയോടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ ലോസുകൾ വരുന്ന സമയത്ത് ഓവറോൾ ചിലപ്പോൾ ഒരു ചെറിയ ലോസിലോട്ട് അല്ലെങ്കിൽ ചില മാസങ്ങളിൽ വലിയ നഷ്ടങ്ങളിലോട്ടാണ് പോകാറ്. ഈവൻ വലിയ പ്രോഫിറ്റുകൾ ജനറേറ്റ് ചെയ്തിട്ട് പോലും ചില സമയങ്ങളിൽ നഷ്ടം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതെ വന്നിട്ട് വലിയ നഷ്ടങ്ങളിലോട്ട് പോകുന്ന സിറ്റുവേഷൻസ്. അപ്പോൾ ഇതെങ്ങനെ ഒന്ന് ശരിയാക്കി എടുക്കുമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എനിക്ക് അയച്ചു. അപ്പോൾ ഞാൻ എനിക്ക് പല ആൾക്കാരും മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊരു മെസ്സേജ് ചെയ്തു, ബ്രോ ഒരു കാര്യം ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കുകൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് ഞാൻ പറഞ്ഞു. ഒരാഴ്ച ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ, എസ്പെഷ്യലി നിങ്ങൾ ലോസ് വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവരോടും ഞാൻ ഇങ്ങനെയാണ് ആദ്യം തന്നെ റിപ്ലൈ കൊടുക്കുന്നത്. നിങ്ങളുടെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. ചില ആൾക്കാർ എന്നോട് വീണ്ടും കോൺടാക്ട് ചെയ്യും. ചില ആൾക്കാർ ആ ഒരു മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആരും കോൺടാക്ട് ചെയ്യാറില്ല. ഓക്കെ. അപ്പോൾ ഈ പുള്ളി എനിക്ക് എക്സാക്ട്ലി ഒരു ആഴ്ച കഴിഞ്ഞിട്ട് പുള്ളി എനിക്ക് റിപ്ലൈ തന്നു. ബ്രോ, ഞാൻ എൻ്റെ മിസ്റ്റേക്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പുള്ളി കുറച്ചൊരു നോട്ട്സിൽ ഒരു ഡയറിയിൽ എഴുതിയ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു. നോക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ഓവർ ട്രേഡിങ്, റിവഞ്ച് ട്രേഡിങ്, ഇമോഷണൽ ട്രേഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ആ ഒരു കാര്യം മാത്രം നമുക്ക് പോരാ. ഓവർ ട്രേഡിങ് എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ അത് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഞാൻ പുള്ളിയോട് കാര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ ഒരു ലാസ്റ്റ് 3 മന്തിൽ P&L ഒന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം പുള്ളി സെറോദിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു വെരിഫൈഡ് P&L തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പല ആൾക്കാരും എനിക്ക് മെസ്സേജ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ ചോദിക്കാറുണ്ട് P&L ഒന്ന് ഷെയർ ചെയ്യാൻ. കാരണം അവരുടെ മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ നോക്കാറുണ്ട്. പല ആൾക്കാരും ഷെയർ ചെയ്യാറില്ല, പല ആൾക്കാർക്ക് മടിയാണ്. പക്ഷേ ഈ പുള്ളി എനിക്ക് സത്യസന്ധതയോടെ ആ ഒരു ലാസ്റ്റ് 3 to 4 മന്ത്സ് എനിക്ക് അയച്ചു തന്നു. അതുകൂടാതെ ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ബ്രോ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ഓവർ ട്രേഡിങ് അല്ലെങ്കിൽ റിവഞ്ച് ട്രേഡിങ് ചുമ്മാ ഈ റീസൺ അല്ലാതെ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ലൈവ് ട്രേഡിംഗ് എന്ന രീതിയിൽ വന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നിങ്ങൾ ട്രിഗർ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ എടുത്ത ടൈമിംഗ്, ഏത് ടൈമിലാണ് കൂടുതൽ നഷ്ടങ്ങൾ വന്നിരിക്കുന്നത്, ലോസിങ് സ്ട്രീക്കിൽ എങ്ങനെയാണ് ഇമോഷൻസ്, ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ഡെപ്തായിട്ട് ഞാൻ ഒന്നുകൂടി ഒരു ടാസ്ക് കൊടുത്തു. പുള്ളി അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആ ഒരു പുള്ളിയുടെ P&L ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒറ്റ നോട്ടത്തിൽ തന്നെയാണ് അവർക്ക് സ്കില്ലുണ്ട്. അവന് നല്ല സ്കില്ലുണ്ട്. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു മാസത്തിലെ P&L നോക്കുവാണെങ്കിൽ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 16 ദിവസം പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക വ്യക്തി. ചിലപ്പോൾ ഒരു 5 ദിവസമായിരിക്കും നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. ഇത് തന്നെയാണ് ഒരു നല്ലൊരു സ്ഥിരത, ഒരു ട്രേഡിങ്ങിലൊരു സ്ഥിരതയുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുന്ന സമയത്ത് നഷ്ടത്തിലാണ്. കാരണം എന്താണ്, ഈ പറയുന്ന 16 ട്രേഡിൽ ഏകദേശം ഒരു 40,000 എക്സാമ്പിൾ പറയുകയാണ്, ഒരു 40,000 രൂപ പ്രോഫിറ്റ് ആണ് ബുക്ക് ചെയ്തതെങ്കിൽ ഈ പറയുന്ന 5 ലോസിൽ ചിലപ്പോൾ ഒരു 80,000 രൂപ ചിലപ്പോൾ നഷ്ടമായിരിക്കും. അപ്പോൾ ഓവറോൾ എന്താണ്, ഒരു 40,000 രൂപ ലോസിലാണ്. ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പുള്ളി അയച്ചു ചെയ്തിരുന്ന 4-5 മാസത്തെ വെരിഫൈഡ് P&L എല്ലാം ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 60% എബോവ് അക്യുറസി ഉണ്ട്. പക്ഷേ ഇവിടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പ്രോഫിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ പ്രോഫിറ്റ് വരുന്ന സമയത്ത് 4,000 പ്രോഫിറ്റ്, ചിലപ്പോൾ 500 പ്രോഫിറ്റ്, ചിലപ്പം 8,000 പ്രോഫിറ്റ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോഫിറ്റുകളാണ് വരുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂസ്ലി ചിലപ്പം നമ്മൾ ആദ്യത്തെ ഒരു മാസം തുടങ്ങിയ ഒരു ആദ്യത്തെ 2 ആഴ്ച നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള അതും ഒരു കാര്യമാണ്, ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഇതാണ് പ്രോഫിറ്റ് വരുന്ന സമയങ്ങളിൽ. പക്ഷേ ലോസ് വരുന്ന സമയങ്ങളിൽ ചിലപ്പം ഫസ്റ്റ് ഡേ തന്നെ ചിലപ്പം -16,000,
പിന്നെ ആ ഒരു ലോസിംഗ് സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യും. വളരെ വളരെ ഡീപ്പ് റെഡ് ആക്കും. റെഡ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഡീപ്പ് റെഡ്. -60,000 വന്ന ദിവസങ്ങളുണ്ട്. -80,000 വന്ന ദിവസങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ അത് ഒന്നുകൂടി ഒന്ന് ഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്ത സമയത്ത് ഈ പറയുന്ന പ്രോഫിറ്റ് വരുന്ന ദിവസങ്ങളിൽ പുള്ളി ലിമിറ്റഡ് ട്രേഡ്സ് ആയിരിക്കും ചെയ്യുക. ചിലപ്പോൾ 1 ട്രേഡ് ആയിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ 2 ട്രേഡ്. വളരെ അതിൻ്റെ നമ്മൾ സെറോദയുടെ ആ ഒരു വെരിഫൈഡ് ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഓർഡർ ഹിസ്റ്ററി കാണാൻ വേണ്ടി പറ്റും. അത് കാണുന്ന സമയത്ത് ഒരു ക്ലീൻ ആണ്. അതായത് 1 2 ചെറിയ ഓർഡേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് പ്രോഫിറ്റ് വരുന്ന ദിവസങ്ങളിൽ വളരെ നീറ്റായിട്ട് 1 2 ട്രേഡാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന നഷ്ടം വന്ന ദിവസങ്ങളിൽ 16 ട്രേഡ്, 18 ട്രേഡ്, 20 ട്രേഡൊക്കെയാണ്. ഇത് ഒരു ഫാക്ടർ ഞാൻ കണ്ടുപിടിച്ചത് പുള്ളിയുടെ ആ ഒരു വെരിഫൈഡ് പിയാൻഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയൊരു കാര്യമാണ്. പ്രോഫിറ്റ് വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ഫസ്റ്റ് ട്രേഡ് 1 ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് ആയിരിക്കും അന്നത്തെ ദിവസങ്ങളിൽ എടുത്തിട്ടുണ്ടായിരിക്കുക, ലിമിറ്റഡ് ട്രേഡ്. അതിലും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് 1 ട്രേഡ്. ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് ആവുന്ന സമയത്ത് അങ്ങ് നിർത്തും. പക്ഷേ നഷ്ടം വരുന്ന സമയങ്ങളിൽ ഓൺ ആവറേജ് 15 ട്രേഡുകൾ ഉണ്ടാവും. ചില സമയത്ത് എനിക്കൊന്ന് 30 ട്രേഡുകളൊക്കെ എനിക്കത് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത്രയും ട്രേഡുകൾ എടുത്തിട്ടുണ്ട് പുള്ളി. ചാർജസും വളരെ കൂടുതൽ. അപ്പോൾ ഇതൊരു ഫാക്ടർ എനിക്ക് അവിടെ കിട്ടി നോക്കിയ സമയത്ത്. റൈറ്റ്. അതായത് ലോസ് വരുന്ന സമയങ്ങളിൽ മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേ പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. 2019, 2008 ഈ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കാര്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ ഒരു വലിയ നഷ്ടങ്ങൾ അല്ലേ 60K, 80K അല്ലെങ്കിൽ അത്രയും വലിയ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോർമലി സംഭവിച്ചിരിക്കുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. എക്സ്പയറി ഡേയ്സ്. നിഫ്റ്റി സെൻസെക്സ് എക്സ്പയറി ഡേയിലാണ് വലിയ നഷ്ടങ്ങൾ. അതും ഇവൻ പുള്ളി എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ 1 lakh ഒക്കെ ഡിപ്ലോയ് ചെയ്യാറുള്ളൂ. പക്ഷേ 1 lakhൽ തന്നെ 80,000 ഒക്കെ ഈവൻ 1 lakh വന്ന ദിവസങ്ങൾ ഉണ്ടായെന്ന് തോന്നുന്നു. അത് എക്സ്പയറി വന്ന ദിവസങ്ങളിലാണ് വലിയ നഷ്ടങ്ങൾ വന്നിരിക്കുന്നത്. നോൺ എക്സ്പയറി ദിവസങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ എക്സ്പയറി ദിവസങ്ങളിലാണ് ഈ പറഞ്ഞിരിക്കുന്ന വലിയ നഷ്ടങ്ങൾ വന്നിരിക്കുന്നത്. അന്നത്തെ ദിവസം അതിൻ്റെ ഓർഡർ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് അന്നത്തെ ദിവസം പ്രോഫിറ്റുകൾ എടുത്തിട്ടുണ്ട്. വലിയ പ്രോഫിറ്റുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഓവർ ട്രേഡിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ഗ്രീഡ് കൊണ്ടാണോ അത് എന്തുകൊണ്ടാണോ എന്നറിയില്ല. ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് റീസൺ അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ എക്സ്പയറി ദിവസങ്ങളിൽ വലിയ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. എക്സ്പയറി ദിവസങ്ങളിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായ ദിവസങ്ങൾ വന്ന്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഈ 2 കാര്യങ്ങൾ എനിക്ക് ഒറ്റ നോട്ടത്തിൽ എനിക്ക് കിട്ടി. അതായത് ആ ഒരു വെരിഫൈഡ് പിഎൻഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഞാൻ നോട്ട് ചെയ്ത പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 65% to 70% അക്യുറസി ഉണ്ട്. ഓവറോൾ ഞാനൊരു 3, 4 മാസത്തെ എല്ലാം നോക്കുന്ന സമയത്ത് ആ ഒരു അക്യുറസിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഈവൻ നല്ല പ്രോഫിറ്റുകൾ എടുക്കുന്നുണ്ട്. റൈറ്റ്. അപ്പം ആ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത്യാവശ്യം സ്കിൽഡ് ആണ്. പക്ഷേ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഫാക്ടർ മാത്രമേ പുള്ളിക്കുള്ളൂ. അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ 2 കാര്യങ്ങൾ. വളരെ വീക്കാണ് ആ ഒരു കാര്യം. അപ്പോൾ അത് എനിക്ക് അവിടെ മനസ്സിലായി. ഓക്കെ. പിന്നെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഡ്ജ് മാർക്കറ്റിലുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു എഡ്ജ് മാർക്കറ്റിലുണ്ട്. ആൻഡ് ഓൾസോ പുള്ളിക്ക് ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കാൻ അറിയാം. 1 2 അതായത് ലിമിറ്റഡ് ട്രേഡ്സ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരുപാട് തവണ. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു 3, 4 മാസത്തിൽ ഏകദേശം ഒരു 80 ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കാം. അതിൽ തന്നെ ഏകദേശം ഒരു 60 ദിവസം പ്രോഫിറ്റബിൾ ആണ്. 60 ദിവസം പ്രോഫിറ്റബിൾ ആണെന്ന് മാത്രമല്ല, ഈ ഒരു 60 ദിവസങ്ങളിൽ മാക്സിമം 1 ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡൊക്കെ എടുത്തുള്ളൂ. അതായത് ലിമിറ്റഡ് ട്രേഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള പറഞ്ഞ 20 ട്രേഡിംഗ് ഡേയ്സ് ആണ് എൻറ്റയർലി പുള്ളി വളരെ നഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്ന ദിവസങ്ങൾ. അതിൽ തന്നെ എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 10, 300 ട്രേഡുകൾ അവിടെ 20 ദിവസത്തിൽ എടുത്തിട്ടുണ്ടാവും. റൈറ്റ്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുള്ളിക്ക് എഡ്ജ് ഉണ്ട് കാര്യം എനിക്ക് മനസ്സിലായി. ആൻഡ് പുള്ളി ചെയ്തിരിക്കുന്ന 2 മിസ്റ്റേക്കുകൾ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു. ഈ കാര്യം ഞാൻ മനസ്സിലാക്കി ഞാൻ പുള്ളിയോട് ഒരു കാര്യം പറഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്ന നഷ്ടം വന്ന ദിവസങ്ങളിൽ എന്താണ് സൈക്കോളജി എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് പറയാനൊരു മടി. കാരണം പുള്ളി പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് ഫോണിൽ ചോദിച്ച സമയത്ത് പുള്ളിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പുള്ളി എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു ആക്ച്വൽ ഒരു ആൻസർ അല്ല. ബ്രോ അത് ഞാനിപ്പം ചോദിച്ചു എന്തുകൊണ്ടാണ് ആ ഒരു നഷ്ടം വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് ട്രേഡ് എടുക്കുന്നത്? എനിക്ക് ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ ഓവർ ട്രേഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു റാൻഡം ആൻസർ എല്ലാവരും പറയുന്ന ആൻസറാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു. ബ്രോ ഒരു കാര്യം ചെയ്യും. ഒരു 2, 3 ദിവസം ഒരു ബ്രേക്ക് എടുത്തിട്ട് ആലോചിച്ചിട്ട് ആൻസർ പറയും. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. ബ്രോ എടുക്കുന്ന സമയം ഒന്ന് അതായത് ഈ പറയുന്ന നഷ്ടങ്ങൾ വന്ന ദിവസങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് -60,000
-80,000 -40,000 വന്ന ദിവസങ്ങളിലുള്ള സൈക്കോളജി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ഈ ലോസ് വന്ന ദിവസങ്ങളിൽ ഫസ്റ്റ് ട്രേഡ് റിസൾട്ട് എന്താണ് എന്ന് ഞാൻ ഒന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് വന്നതിന് ശേഷം വീണ്ടും ഗ്രീഡി ആയിട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടോ എന്നുകൂടി ഞാൻ ചോദിച്ചു. അതായത് ഇതിൻ്റെ ഒരു ആൻസർ തരാൻ വേണ്ടി 2 ദിവസം ബ്രേക്ക് എടുത്തിട്ട് ഇതിൻ്റെ ആൻസർ എനിക്ക് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത ടൈം ഞാൻ ചോദിച്ചു. റൈറ്റ്, ഈ കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ചോദിച്ചത്. അപ്പോൾ പുള്ളി എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ആൻസർ തന്നു. ഫസ്റ്റ് ട്രേഡ് നഷ്ടം വരുന്ന സിറ്റുവേഷനിൽ, അതായത് ഇത് ഒന്നുകൂടി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പുള്ളി വളരെ വ്യക്തമായിട്ട് പുള്ളി ആലോചിച്ച് എനിക്ക് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത് ഫസ്റ്റ് ട്രേഡ് ലോസ് വന്നു. അത് ലോസ് വന്ന സമയങ്ങളിൽ എസ്പെഷ്യലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പ്രോഫിറ്റബിൾ ആണെങ്കിൽ, കഴിഞ്ഞ 3 ദിവസം പ്രോഫിറ്റബിൾ ആണെന്ന് വിചാരിക്കാം, പെട്ടെന്നൊരു ദിവസം ലോസ് വരുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതെ വരും. അതായത് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത് കോമൺ ആണ്, എല്ലാവർക്കും കോമൺ ആണ്, ഫൈൻ. പക്ഷേ ഇത് ഇപ്പോൾ ഈ പുള്ളി ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വിത്തിൻ 5 മിനിറ്റിനുള്ളിൽ തന്നെ നെക്സ്റ്റ് ട്രേഡ് കൺസിഡർ ചെയ്യും. വിത്തിൻ 5 മിനിറ്റ്സ്, അത് ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി ലോസ് വന്നു, ബുക്ക് ചെയ്തു, ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ട്രേഡ് കൺസിഡർ ചെയ്യും. ഇതാണ് പുള്ളി ചെയ്ത ഒരു മിസ്റ്റേക്ക്. നിങ്ങളും പല ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടാവും, റൈറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുള്ളി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഫസ്റ്റ് ട്രേഡ് നഷ്ടം വന്നത് മോസ്റ്റ്ലി പുള്ളി ട്രേഡ് എടുത്ത ടൈം 9:15 മുതൽ 9:30 വരെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ആദ്യത്തെ 15 മിനിറ്റിൽ ട്രേഡുകൾ എടുത്തതാണ് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ വന്നിരിക്കുന്നത്. റൈറ്റ്, പുള്ളിക്ക് ഒരു പാറ്റേൺ അവിടെ കിട്ടി. പുള്ളിയുടെ ഏറ്റവും കൂടുതൽ, അതായത് പുള്ളി വരുത്തുന്ന നഷ്ടങ്ങൾ, വലിയ നഷ്ടങ്ങൾ വന്ന ദിവസങ്ങളിലെല്ലാം എടുത്ത ട്രേഡ്, എസ്പെഷ്യലി 9:15 to 9:30 അറ്റ് സെയിം ടൈമിൽ പുള്ളി എടുത്ത പ്രോഫിറ്റ് ദിവസങ്ങൾ മോസ്റ്റ്ലി ഒരു 9:45 അല്ലെങ്കിൽ 9:30 കഴിഞ്ഞിട്ടാണ്, 9:30 AM കഴിഞ്ഞിട്ടുള്ള ട്രേഡുകളാണ് കൂടുതലും പ്രോഫിറ്റുകൾ എടുത്തു എന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന വലിയ പ്രോഫിറ്റുകളെല്ലാം ഒരു 9:30, 9:45, 10 മണി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ്. അപ്പോൾ പുള്ളിക്ക് ആ ഒരു പാറ്റേൺ അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. സ്കാൽപ്പിംഗ് ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന പുള്ളി ചിലപ്പം ഫസ്റ്റ് ട്രേഡിൽ ചിലപ്പോൾ ഒരു 8,000 അല്ലെങ്കിൽ ഒരു 10,000 ഒക്കെ ഒരു വലിയ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യും. പുള്ളിയുടെ സ്ട്രാറ്റജി പ്രകാരം അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു സ്കില്ല് പ്രകാരം ഒരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യും. മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു വലിയ പ്രോഫിറ്റ് കിട്ടും. ആ വലിയ പ്രോഫിറ്റ് വരുന്നതിന് ശേഷം പുള്ളിയുടെ കോൺഫിഡൻറ്റ് വളരെ ഹൈ ആയിരിക്കും, കോൺഫിഡൻറ്റ് ലെവൽ ഹൈ ആയിരിക്കും. അപ്പോൾ പുള്ളി വിചാരിക്കുന്നത് എന്തായാലും 10,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഒരു 1,000 റുപ്പീസ് റിസ്ക് എടുത്തിട്ട് ഒരു ട്രേഡ് കൂടി കൺസിഡർ ചെയ്യാമെന്നുള്ളത്. ആ ഒരു ട്രേഡ് മോസ്റ്റ്ലി സ്കാൽപ്പിംഗ് ഒക്കെ, ഒരു ക്വിക്ക് സ്കാൽപ്പിംഗ് ചെയ്യാം എന്ന രീതിയിൽ പല ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ പുള്ളി ഇതേ കാര്യം ചെയ്ത പുള്ളി വലിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും പുള്ളി വിചാരിക്കുന്നു, ഓക്കെ എന്തായാലും മാർക്കറ്റ് മുകളിലോട്ട് പോകും സാധ്യതയുണ്ട്, ഓൾറെഡി പ്രോഫിറ്റിലാണുള്ളത്, ചെറിയൊരു സ്കാൽപ്പിംഗ് ചെയ്യാം എന്ന രീതിയിൽ വീണ്ടും ഒരു വലിയ ക്വാണ്ടിറ്റി എടുത്ത് അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് സ്കാൽപ്പിംഗ് ചെയ്യും. സ്കാൽപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഈ പറയുന്ന 10,000 പ്രോഫിറ്റ് ചിലപ്പോൾ ഒരു 9,500 ഒക്കെ ആകും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് പുള്ളിക്ക് ഗിവ് ബാക്ക്, അതായത് കിട്ടിയ പ്രോഫിറ്റ് തിരിച്ചു കൊടുക്കാനുള്ള മടി. ഇത് വളരെ പോയിൻ്റാണ്, വളരെ പുള്ളി കണ്ടുപിടിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതായത് ഞാൻ സ്കാൽപ്പിംഗ് ചെയ്തിട്ട് തിരിച്ച് ₹1 ആണെങ്കിൽ, ആദ്യത്തെ കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് ₹1 പോലും എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു മടിയുണ്ട്. അപ്പോൾ ആ ഒരു മടി കാരണം റിവഞ്ച് ഓവർ ട്രേഡിങ്ങിലോട്ട് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് ട്രേഡിൽ ₹500 നഷ്ടപ്പെടുത്തി 9.5K ആയി. പിന്നെ ഒരു ട്രേഡ് കൂടി നടത്തി ₹500 വീണ്ടും നഷ്ടപ്പെട്ടു. പിന്നെ എത്രയാണ്? 9K ആയി. അപ്പോൾ വീണ്ടും ആ 10,000 ആക്കണം എന്ന രീതിയിൽ റിവഞ്ച് ട്രേഡിങ്ങിലോട്ട് പോകും. പിന്നെ ആ ഒരു റിവഞ്ച് ട്രേഡിങ് ചെയ്തിട്ടാണ് പലപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന 9K 1000 പ്രോഫിറ്റ് 60K അല്ലെങ്കിൽ 80K ലോസിലോട്ട് വന്നിരിക്കുന്നത്. പുള്ളി വലിയ നഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും മോസ്റ്റ്ലി ആദ്യത്തെ ട്രേഡ് പ്രോഫിറ്റ് ആയിരുന്നു എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. റൈറ്റ്, അപ്പോൾ അതൊരു പാറ്റേൺ ആണ്. റൈറ്റ്, പുള്ളിക്ക് എവിടെ നിർത്തണമെന്നറിയില്ല, പുള്ളിക്ക് ഒരു ഓവർ കോൺഫിഡൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പുള്ളി ഇമോഷണൽ സ്റ്റേജ് ഒരു സ്റ്റേബിൾ അല്ല. ഈ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഈ കാര്യം പുള്ളി തന്നെയാണ് കണ്ടുപിടിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻറ്റർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഡീപ്പായിട്ട് ഞാൻ ചെയ്ത പുള്ളിക്ക് നോർമലി പുള്ളിയോട് ചോദിക്കുവാണെങ്കിൽ പുള്ളി ഓവർ ട്രേഡിങ് ചെയ്യും, റിവഞ്ച് ട്രേഡിങ് ചെയ്യും,
ഫോമോ ട്രേഡിംഗ് ചെയ്യും എന്ന രീതിയിലുള്ള എല്ലാവരും പറയുന്ന ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇൻ ഡെപ്ത് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ച സമയത്താണ് പുള്ളിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. ഓക്കെ. അതിനുശേഷം പുള്ളിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അതിനുശേഷം ഞാൻ ചെറിയൊരു ടിപ്പ് കൊടുത്തു. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം ചെയ്യും. ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം ചെയ്യും. സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പുള്ളി ആദ്യം ചെറിയൊരു മടിയുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു ട്രേഡ് ചെയ്യാൻ ഒരു മടിയുണ്ട്. കാരണം പുള്ളി രാവിലെ 9:15 മുതൽ 3 മണി വരെ സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കും. അപ്പോൾ ഈ സമയങ്ങളിൽ ഒരു ട്രേഡ് മാത്രം എടുത്ത് ബാക്കിയുള്ള ടൈം ബോറിംഗ് ആയിരിക്കുമല്ലേ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്നോട് തിരിച്ചു ചോദിച്ചു. പുള്ളി തന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യമാണ്. പുള്ളിക്ക് ബോറിംഗ് ഉണ്ട്. പുള്ളി അത് സത്യസന്ധമായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, സറോദ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യും. ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം ചെയ്യും. ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം F&Oയിൽ ഒരു ട്രേഡ് മാത്രം ചെയ്യും. അത് കഴിഞ്ഞിട്ട് കിൽ സ്വിച്ച് ഓഫ് ഓൺ ആക്കുക. കിൽ സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പിന്നീട് മാർക്കറ്റിൽ ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ ഒരു സിമ്പിൾ ഒരു പേപ്പർ ട്രേഡിംഗ് അക്കൗണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ചെറിയ ഫണ്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബോറിംഗ് അവിടെ മാറ്റിക്കോ എന്ന് ഞാൻ പറഞ്ഞു. മെയിൻ അക്കൗണ്ടിൽ ഒരു ട്രേഡ് മാത്രം. മെയിൻ അക്കൗണ്ടിൽ ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വേണമെങ്കിൽ വേറെ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ചെറിയ 1-2 ക്വാണ്ടിറ്റി എടുത്തു എന്ന് പറഞ്ഞു. ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി അത് ഫോളോ ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം. ഒന്നാമത്തെ കാര്യം. ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം. അത് കഴിഞ്ഞിട്ട് കിൽ സ്വിച്ച് ഓഫ് ആക്കി. രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലും 9:30ക്ക് മുൻപ് 9:30ക്ക് മുമ്പ് ട്രേഡ് എടുക്കരുത് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര തന്നെ ഓപ്പർച്യൂണിറ്റി വന്നാൽ ശരി 9:30ക്ക് മുമ്പ് ട്രേഡ് എടുക്കരുത്. അപ്പോൾ അത് പുള്ളിക്ക് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം പുള്ളി മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ ഇനീഷ്യൽ ക്യാൻഡിൽസ് നമുക്കറിയാം. വളരെ ഫാസ്റ്റ് ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ടെംപ്റ്റിംഗ് ചെയ്യുന്ന ക്യാൻഡിൽസ് ആയിരിക്കും ആദ്യത്തെ 15. നമ്മൾ ഓടിക്കേറി ട്രേഡ് എടുക്കും. ചിലപ്പം പ്രോഫിറ്റ് തരും. പക്ഷേ നഷ്ടങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഇനീഷ്യലി എടുത്ത ട്രേഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രേഡ് ആണ് പെട്ടെന്ന് അത് ലോസ് ബുക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് പല ആൾക്കാർക്ക് ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളി ചെയ്തത് മാർക്കറ്റിൽ പുള്ളി പ്രീ മാർക്കറ്റൊക്കെ അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് 9:30 വരുമ്പോഴാണ് പുള്ളി തൻ്റെ ലാപ്ടോപ്പ് ഓൺ ആക്കുന്നത്. അപ്പോൾ പുള്ളി 9:30ക്ക് ശേഷം മാത്രമാണ് ട്രേഡ് എടുക്കുന്നത്. ചെയ്ത കാര്യമാണ് 9:30ക്ക് ശേഷം ട്രേഡ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവാർഡ് റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവിടെയും എന്താണ് പുള്ളി ഓൾറെഡി റിസ്ക് റിവാർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അതായത് എസ്പെഷ്യലി പ്രോഫിറ്റ് വരുന്ന ദിവസങ്ങൾ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തന്നെ ജനറേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ വലിയ നഷ്ടങ്ങൾ ഓവർ ട്രേഡിംഗ് ഒക്കെ കാരണങ്ങൾ കൊണ്ടാണ്, മൾട്ടിപ്പിൾ ട്രേഡ്സ് കാരണം കൊണ്ടാണ് വലിയ നഷ്ടങ്ങൾ വരുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞു ഒരു പ്രോപ്പർ റിസ്ക് റിവാർഡ് ഒരു 6 മിനിമം ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മിനിമം 1:1 എങ്കിലും ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ട്രേഡുകൾ മാത്രം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഉള്ളത് റിസ്ക് മാനേജ് ചെയ്യുക എന്നൊരു കാര്യം പറഞ്ഞു. ഒരു പെർ ഡേ ഇത്ര 10,000 ആണ് ഞാൻ പറഞ്ഞിരുന്നത്. പെർ ഡേ 10,000 നഷ്ടം വരുവാണെങ്കിൽ അന്നത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്യാം. വാട്ടെവർ അന്നത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്യാന്നുള്ള ഒരു മാക്സിമം ലിമിറ്റ് കൂടി ഞാൻ പറഞ്ഞു. അവിടെയാണ് ആ ഒരു റിസ്ക് എടുക്കുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് അല്ലേ? നിങ്ങൾ കാണുന്ന സമയത്ത് വളരെ സിമ്പിളാണ്. പക്ഷേ ആക്ച്വലി പുള്ളി അത് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു നവംബർ, ഡിസംബർ, ജനുവരി കഴിഞ്ഞ 3 മാസങ്ങളിൽ 3 മാസങ്ങളിൽ പുള്ളി ഏകദേശം ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇമോഷണൽ കൈവിട്ട് പോയിട്ടുണ്ട്. എങ്കിൽ പോലും ഇൻ കൺട്രോളിലായിരുന്നു പുള്ളി ഏകദേശം ഒരു 50ഓളം ട്രേഡുകൾ കൺസിഡർ ചെയ്തു. അതിൽ തന്നെ ഏകദേശം 40 ട്രേഡോളം പ്രോഫിറ്റബിൾ ആണ് ഉള്ളത്. 10 ട്രേഡ് മാത്രമേ നഷ്ടം വന്നുള്ളൂ. സ്റ്റിൽ മുൻപത്തെ സിറ്റുവേഷനിൽ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന 10 ട്രേഡിൽ 40 ട്രേഡിൽ കിട്ടിയ പ്രോഫിറ്റ് നഷ്ടപ്പെടുത്താറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഏകദേശം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 800 പോയിന്റ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം ഒരു 300 അല്ലെങ്കിൽ 400 സംതിങ് ആണ് പോയിന്റാണ് പുള്ളി നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. പുള്ളി ഫോക്കസ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. പുള്ളിക്ക് പ്രോഫിറ്റ് എടുക്കാൻ അറിയാം. പക്ഷേ ലോസ് വരുന്ന ദിവസങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നിന്നു. അതിനുശേഷം പുള്ളി ലോസ് വരുന്ന, അതായത് പുള്ളിക്ക് മനസ്സിലായി ഒരു ബാഡ് ഡേ വരുന്ന സമയങ്ങളിൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലുള്ളത് വിട്ട് കൊടുക്കാതിരിക്കുക എന്ന കാര്യം മാത്രം പുള്ളി ഫോക്കസ് ചെയ്തു. അത് ഫോക്കസ് ചെയ്ത സമയത്ത് തന്നെ, അതായത് ഇപ്പം ഒരു ദിവസം ഒരു ട്രേഡ് മാത്രമാണ് ഫോളോ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് നഷ്ടം വരുവാണെങ്കിൽ കിൽ സ്വിച്ച് ഓൺ ചെയ്തു പോകും. ചില സമയങ്ങളിൽ നമുക്ക് ലോസ് ബുക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ബൈ എൻട്രി എടുത്തു, താഴോട്ട് പോയി നമുക്ക് ചില സമയങ്ങളിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഒരു ദിവസം 10,000 വരെ നിങ്ങൾക്ക് ലോസ് അക്സെപ്റ്റ് ചെയ്യാം. അത് നിങ്ങളെ ബാധിക്കില്ല. ആ 10,000 എന്ന നമ്പർ ഞാൻ പുള്ളിയുടെ മൈൻഡിലോട്ട് റിപ്പീറ്റ്ലി പറഞ്ഞ സമയത്ത് പുള്ളിക്ക് അതൊരു ഡേഞ്ചർ സോൺ ആയിട്ടാണ് മനസ്സിലാകുന്നത്. 10,000 മുകളിലോട്ട് പുള്ളി ലോസ് കൊടുക്കില്ല.
അപ്പോൾ ഈ കാര്യം കൂടി പുള്ളി ചെയ്ത സമയങ്ങളിൽ പുള്ളി എന്താണ് കുറച്ചുകൂടി ബെറ്ററായി, ഇൻ കൺട്രോളായി, കോൺഫിഡൻസ് കൂടി. അപ്പോൾ പുള്ളി നല്ല രീതിയിൽ ലോസ് മാനേജ് ചെയ്യുന്നുണ്ട്. ലോസ് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റബിൾ ആവാൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എനിക്കൊന്നൊരു 400-500 പോയിന്റ് നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം 400-500 പോയിന്റ് നിഫ്റ്റിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇത് ആ ഒരു 3 മന്ത് ഫാനിൽ ഏകദേശം ഒരു 50 ട്രേഡുകളാണ്. 50 ട്രേഡിൻ്റെ എല്ലാ വെരിഫൈഡ് ഇത് ഞാൻ ചെക്ക് ചെയ്തതാണ്. അതിൽ 1-2 ദിവസങ്ങളിൽ, എനിക്കൊന്നൊരു 3-4 ദിവസങ്ങളിൽ മാത്രമേ ഒന്ന് ഇമോഷണലി കൺട്രോൾ വിട്ടിട്ട് ഒരു ഓവർ ട്രേഡിംഗ് എന്ന രീതിയിൽ ട്രൈ ചെയ്തിട്ടുള്ളത്. അതും മിനിമം, പുള്ളി പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് പുള്ളി അത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്നും വലിയ ഡാമേജ് ചെയ്തിട്ടില്ല. ബട്ട് ഓവറോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ റിസൾട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഷെയർ ചെയ്തത് ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്കും ഉള്ളത്. നിങ്ങൾക്കും എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് വളരെ ഈസിയാണ്. റൈറ്റ്, എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്നുള്ളത്. പല ആൾക്കാർക്കും പല രീതിയിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. ചില ആൾക്കാർക്ക് രാവിലെ 9:15 ട്രേഡ് എടുക്കുമ്പോഴായിരിക്കും പ്രോഫിറ്റ് ഉണ്ടായിരിക്കുക. ചില ആൾക്കാർക്ക് ചിലപ്പോൾ 10 മണി കഴിഞ്ഞിട്ടായിരിക്കും എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുക. ചില ആൾക്കാർക്ക് ഓപ്ഷൻ നിഫ്റ്റിയിൽ ചെയ്യുന്ന സമയത്തായിരിക്കും പ്രോഫിറ്റ് കൂടുതലുണ്ടായിരിക്കുക. ചില ആൾക്കാർക്ക് ഈ ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്യുന്ന സമയത്തായിരിക്കും പ്രോഫിറ്റ് ഉണ്ടായിരിക്കുക. ചില ആൾക്കാർക്ക് ഇക്വിറ്റിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ കംഫർട്ട്. ചില ആൾക്കാർക്ക് സ്വിംഗ് ട്രേഡിംഗ് ആയിരിക്കും കൂടുതൽ കംഫർട്ട്. ചില ആൾക്കാർക്ക് ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് കഴിയുമ്പോൾ നല്ല ഒരു സ്ട്രെസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ചില ആൾക്കാർക്ക് ചെറിയ ക്വാണ്ടിറ്റി എടുത്താൽ ഒന്നും പറ്റത്തില്ല. ചിലപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിലായിരിക്കും എടുക്കുന്ന സമയത്തായിരിക്കും നല്ല രീതിയിൽ ട്രേഡ് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ മുമ്പും പല വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ ഒരുപാട് ആൾക്കാർ പല മിസ്റ്റേക്കുകളുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യാം. സോ മേ ബി ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ, താങ്ക് യു.